ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. വചനഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്രീക്കുകാരെ കാണുന്നുണ്ട്. ഈശോയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ, ശിഷ്യന്മാരെ കാണുന്നുണ്ട്. ഗ്രീക്കുകാരെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നവർ, ഗോതമ്പ് വിത്തിനെ കാണുന്നുണ്ട്. കുരിശിൽ അനേകർക്ക് രക്ഷയായ വിത്ത്. അസ്വസ്ഥനാകുന്ന ഈശോയെ കാണുന്നുണ്ട്. അസ്വസ്ഥനായെങ്കിലും ഉടനെ തന്നെ തൻ്റെ മനുഷ്യാവതാര ലക്ഷ്യത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്ന ഈശോ, പിതാവിൻ്റെ നാമം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഈശോ, പിന്നീട് മനുഷ്യപുത്രനെ മഹത്വപ്പെടുത്തുന്ന പിതാവിനെയും വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒടുവിൽ വചനം അവസാനിക്കുന്നത് സകല ജനതയെയും തന്നിലേക്ക് ആകൃഷ്ടരാക്കാൻ ഉയർത്തപ്പെടുന്ന ഈശോയുടെ ചിത്രം നമുക്ക് മുന്നിൽ വരച്ചു വെച്ചുകൊണ്ടാണ്. എന്താണ് ഈ വചനഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്? ഈശോയോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു വന്ന ഗ്രീക്കുകാരെ പോലെ ആകാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈശോയെ തിരയുന്നവർക്ക് ഈശോയിലേക്ക് വഴി കാട്ടുന്ന ശിഷ്യരാകാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നിലത്ത് വീണ് മറ്റുള്ളവർക്കായി ഇല്ലാതാകുന്ന ഗോതമ്പ് മണികളായി മാറാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ ഉഴലുമ്പോൾ, അസ്വസ്ഥരാകുമ്പോൾ ഈശോയെ പോലെ നമ്മുടെയൊക്കെ വിളി എന്താണെന്നുള്ള വിചാരം വീണ്ടെടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പിതാവിൻ്റെ നാമം നമ്മുടെ പ്രവർത്തികളാൽ മഹത്വപ്പെടുത്തുന്നവരാകണം നമ്മളെന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നശ്വരമായ ലോകത്തെ ശുശ്രൂഷിക്കുന്നവരാകാതെ പുത്രനായ ദൈവത്തെ അനുഗമിച്ച് അവിടത്തോട് കൂടെ ആയിരുന്ന് പിതാവിനെ ശുശ്രൂഷിക്കുന്നവരാകണം നമുക്ക്. അപ്പോൾ കുരിശിൽ വീണലിഞ്ഞില്ലാതായ മനുഷ്യപുത്രനെ മഹത്വപ്പെടുത്തിയ പിതാവ് നമ്മളെയും മഹത്വപ്പെടുത്തും. ഉയർത്തപ്പെട്ട ഈശോയിൽ ആകൃഷ്ടരായി ഏറെ ഫലം പുറപ്പെടുവിക്കുന്നവരാകാം നമുക്ക്. എല്ലാവർക്കും നല്ല ഞായറാഴ്ച നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.